ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ സന്തോഷം വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. വീടിൻ്റെ പരിസരം ആകെ കാട് കയറി കിടക്കുകയായിരുന്നു. ഇതൊന്ന് വൃത്തിയാക്കി കുറച്ച് കപ്പയും പച്ചക്കറികളും വിത്തുകളും നട്ടുകളയാം, അതിനുള്ളൊരു പ്ലാനാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും ഏരിയ വൃത്തിയാക്കൽ. വള്ളികൾ പടർന്ന് കയറി കിടക്കുകയാണ്. പറിക്കാതെ കിടക്കുന്ന കുറച്ച് കപ്പയുണ്ട്, അതും പറിക്കണം. ഇങ്ങനെ വൃത്തിയാക്കാനും കഷ്ടപ്പെടാനും ഒരു മനസ്സുണ്ടായാൽ മതി. ഏത് വലിയ പറമ്പും ഒറ്റയ്ക്ക് വൃത്തിയാക്കാം. എനിക്കതിനുള്ളൊരു മനസ്സുണ്ട്, അതുകൊണ്ട് തന്നെ വൃത്തിയാക്കും എന്നൊരു വിശ്വാസവുമുണ്ട്. പിന്നെ പണ്ട് മുതലേ കൃഷിയോട് നല്ല താല്പര്യമാണ്. പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിച്ച് അതിൻ്റെ വളർച്ചയും മറ്റും കണ്ട് അവസാനം അതിൽ നിന്നും വിളവ് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം കഴിച്ചില്ലെങ്കിലും അത് മതി. ഇപ്രാവശ്യം കുറച്ച് കപ്പ കൂടുതൽ നടണം. വെട്ടിക്കളിക്കുന്നതിനിടയിൽ ഒരു കപ്പ ചരിഞ്ഞ് കിടക്കാണ്. എങ്കിൽ അതൊന്ന് വള്ളി പടർന്ന് കയറിയിരിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അതിനെല്ലാം വെട്ടി മാറ്റി പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അത് പറിച്ചു നോക്കാം. കുറച്ച് പാട് വിട്ടു. കപ്പ ഉണ്ടാകുമോ എന്നറിയില്ല. നമുക്ക് അവനെ ഒന്ന് ഒരെണ്ണം വലിച്ചു നോക്കാം. കാണാതിരിക്കുക കിട്ടി. ഒരെണ്ണം ഒരു കപ്പ അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പ. പക്ഷെ അത് അത്യാവശ്യം വലിപ്പമുള്ളത്. ഇതാണ് കഴിച്ചു നോക്കിയതാണ്. നല്ല ടേസ്റ്റ്. വെറുതെ പറയില്ല, കയ്പ് വളരെ നല്ല ടേസ്റ്റ് ഇല്ല. വെറുതെ പറയാം, സ്വന്തം കൃഷി ചെയ്ത് ഞങ്ങൾ കഴിച്ചു നോക്കിയതാണ്. സ്വന്തം പറമ്പിൽ നിന്ന് വിളവെടുക്കുമ്പോൾ എന്തായാലും അതിന് നല്ല ടേസ്റ്റാണ്. ഇതിനൊക്കെ ബലമുണ്ടായല്ലോ. ഞാനവിടെ വൃത്തിയാക്കലും 5 ഇവിടെ കപ്പ നടാൻ കപ്പത്തണ്ട് റെഡിയാക്കുകയും കപ്പ നടാൻ കപ്പത്തണ്ടുകൾ റെഡിയാക്കുകയും ചെയ്തു. കണ്ടില്ലേ? ഈ ചേമ്പ് തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേമ്പാണ്. കുറച്ച് വിത്തുകളും കിട്ടി അതിൽ നിന്ന്. അതും നമുക്ക് നടണം.
ഇനി ടാസ്ക് ഇത്രയും കൂടിയുണ്ട്. എന്തായാലും ഇടയ്ക്ക് ഇരുന്നും വെള്ളം കുടിച്ചും ജോലി തുടങ്ങിക്കൊണ്ടിരുന്നു. ഇതേ കണ്ടില്ലേ, കുറേ കിടക്കുന്ന ഭാഗം എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഈ ചെടികളെല്ലാം കഴിഞ്ഞ വർഷം വെച്ച് പിടിപ്പിച്ചതാണ്. ഇന്ന് അതിലെല്ലാം നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല വൃത്തിയാക്കാൻ. വള്ളികൾ കൊണ്ട് ആറാട്ട് തന്നെയാണ്. ഇടയ്ക്ക് ഞങ്ങളുടെ പപ്പിക്കൊപ്പം ചേർന്നു ഒരു എൻ്റർടൈൻമെൻറ്റ്. അവൾക്ക് പപ്പായ വളരെ ഇഷ്ടമാണ്. അതിനുള്ള ബഹളമാണ്. നല്ല ജോലിയും വരും. ആ ടൈമിൽ ഇതുപോലെ പഴുത്ത പപ്പായ കിട്ടിയാൽ പിന്നെ ഒന്നും തന്നെ വേണ്ട. അവൾക്കും കൊടുത്തു, ഞാനും കഴിച്ചു. നല്ല മധുരമുള്ള പപ്പായാണ്. ഇവിടുത്തെ പപ്പായ മരത്തിൽ ഉണ്ടായതാണ്. മുറിച്ചു വെച്ച കപ്പകളെല്ലാം ഇതുപോലെ മണ്ണ് നീക്കി കുത്തിവെക്കും. ഇന്ന് കപ്പ നടൽ നടക്കില്ല എന്നതുകൊണ്ട് അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കുത്തിവെക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. വീണ്ടും കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട്. ഉച്ചയൂണിന് സമയമായി. എന്നാൽ ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നല്ല ഇടിച്ചക്ക തോരനും തീയലും ഉണക്കമീൻ വറുത്തതും. അതും കഴിച്ച് കുറച്ച് ജോലികൾ കൂടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞു. ഫൈനലി നിങ്ങൾ കണ്ടോ എങ്ങനെ കിടന്ന പറമ്പാണ്. ഒറ്റയ്ക്കാണേലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല പോലെ വൃത്തിയാക്കി. ഇങ്ങനെ കണ്ടപ്പോഴാണ് മനസ്സിന് സന്തോഷമായത്. കപ്പ നടൽ വേറൊരു ദിവസത്തേക്ക് തൽക്കാലം മാറ്റിവെച്ചു. അങ്ങനെ വൈകുന്നേരം കുറച്ച് കട്ടനും മിച്ചറും ഏത്തയ്ക്ക ഉപ്പേരിയും അതും കഴിച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.